ഡൽഹിയിൽ നിന്നും വരുന്നത് ശുഭകരമല്ലാത്ത വാർത്തയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെ കെ സുധാകരൻ ഡൽഹിയിൽ തന്നെ തുടരും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിന്നും ഒരു തരത്തിലും പിന്നോട്ടേക്കില്ല കെ സുധാകരൻ എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. നാളെ വാർത്താ സമ്മേളനം വിളിക്കാൻ പോകുന്നു, മാധ്യമങ്ങളെ കാണാൻ പോകുന്നു, അസാധാരണ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് പോകുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ബാലു ഡൽഹിയിൽ നിന്നും ബ്രേക്ക് ചെയ്യുന്നത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് എംപിമാരാരും മത്സരിക്കുന്നില്ല എന്ന നിലപാട്, ആ രീതിയിലേക്കുള്ള വാർത്തകൾ വരുമ്പോഴാണ് ഇങ്ങനെ സുധാകരൻ നേരത്തെ ഉയർത്തിയ കലാപക്കൊടി അത് താഴ്ത്താതെ സുധാകരൻ കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാൻ പോകുന്നത്. സുധാകരന്റെ നിലപാട് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ എന്താണ്? സുധാകരൻ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. എവിടെയാണുള്ളത്? എന്തെങ്കിലും അന്യ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ഡൽഹിയിൽ? ബാലു, കെ സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലാണ് ഉള്ളത്. അതായത് ഔദ്യോഗിക ഫ്ലാറ്റിലാണ് കെ സുധാകരൻ ഉള്ളത്. കെ സുധാകരന്റെ മകനും മരുമകളും ഉൾപ്പെടെ ഉള്ളവർ അദ്ദേഹത്തോടൊപ്പം ഡൽഹിയിൽ തങ്ങുന്നുണ്ട്. കെ സുധാകരൻ ഇന്ന് രാവിലെ 9 മണിക്കാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തുന്നത്. തുടർന്ന് ഈ തന്റെ ഔദ്യോഗിക ഫ്ലാറ്റിലേക്ക് എത്തിയ കെ സുധാകരൻ പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. ഈ പാർലമെന്റിൽ ഇന്ന് പോകുമെന്നും അവിടെ വെച്ച് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെയുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ ഉള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. പക്ഷേ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോൾ, മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ കെ സുധാകരൻ പറഞ്ഞത് തന്നെ ആരും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല, നിലയും വിലയും ഇല്ലാത്തത് നമ്മളെ ആരും ചർച്ചയ്ക്ക് വിളിക്കാനെന്ന ഒരു പരാമർശമായിരുന്നു കെ സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതൃപ്തിയുടെ ആദ്യ സൂചനകളായിരുന്നു കെ സുധാകരന്റെ ആ വാചകങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തത്. പിന്നീട് കെ സുധാകരൻ അദ്ദേഹം ഇന്ന് പാർലമെന്റിലേക്ക് പോകുകയോ കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും നേതാവിനെ അങ്ങോട്ട് പോയി കാണാനോ തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തല കെ സുധാകരനെ അദ്ദേഹത്തിന്റെ ഈ ഫ്ലാറ്റിലെത്തി കാണുന്നത്. പിന്നീട് ചില എംപിമാർ എത്തി അദ്ദേഹവുമായി കൂടിയാലോചനകളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കൂടിക്കാഴ്ചകളിലെല്ലാം തന്നെ സുധാകരൻ തന്റെ കടുത്ത അതൃപ്തി ഈ നേതാക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന്റെ വാദം KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറിയ സമയത്ത് തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പാലിക്കുന്നില്ല എന്നുള്ളതാണ് സുധാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതൃപ്തി അദ്ദേഹം പറയുന്നത്. രണ്ടാമതായി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ, കണ്ണൂർ ജില്ലയിലെ അനിഷേധ്യനായ കോൺഗ്രസ് നേതാവാണ് സുധാകരൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടുത്തെ സീറ്റ് നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സുധാകരന്റെ അഭിപ്രായം തേടുന്നില്ല എന്നൊരു വികാരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ ഖാർഗെ അടക്കം നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് തീർച്ചയായും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ എവിടെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോർമുല ഉണ്ടല്ലോ, ആ ഫോർമുല പ്രകാരമാണെങ്കിൽ ഒരിളവ് എംപിമാർക്ക് ഒരാൾക്ക് പോലും നൽകേണ്ടതില്ല എന്ന നിലയിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സുധാകരനെ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത അത് കൽപ്പിച്ചുകൊണ്ട്, സാധ്യത കൊടുത്തുകൊണ്ട് ഈ കണ്ണൂർ സീറ്റിലേക്ക് മാത്രമായി അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം സുധാകരന് കൂടി വിശ്വാസയോഗ്യമായ നിലയിലേക്ക് അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടന്നുപോ? എന്താണ് സുധാകരന് കുറച്ചുകൂടി, സുധാകരൻ നമ്മൾ പറഞ്ഞ പോലെ ഇന്നലേക്കുള്ള ചർച്ചകൾക്കപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു കടുംപിടുത്തത്തിലേക്ക് സുധാകരൻ പോകുന്നെങ്കിൽ കാര്യങ്ങൾ അനുകൂലമല്ല എന്ന നിലയിലേക്കാണോ എത്തുന്നത്? പ്രജിഷ, ഈ ഇളവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എംപിക്ക് ഇളവ് നൽകുക എന്ന് പറയുമ്പോൾ അത് കേരളവും ആസാമും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്നാണ് ഈ സുധാകരനും അടുപ്പമുള്ള കേന്ദ്രങ്ങളൊക്കെ ചോദിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ ലോക്സഭാ എംപിയായ ഗൗരവ് ഗൊഗോയ്ക്ക് ഈ ഇളവ് നൽകാമെങ്കിൽ എന്തുകൊണ്ട് സുധാകരന് നൽകിക്കൂടാ എന്നാണ് ചോദിക്കുന്നത്. ഗൗരവ് ഗൊഗോയെ ആസാം പിടിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ ലോക്സഭാ എംപിയായ അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കെ സുധാകരന് ഈ ഇളവ് അനുവദിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത്. ഗൊഗോയ്ക്ക് ഒരു നിലപാട്, അതുപോലെ സുധാകരന് മറ്റൊരു നിലപാട്. അങ്ങനെ എങ്ങനെ ഒരേ ലോക്സഭയിലെ ഒരേ എംപിമാരോട്, അതായത് രണ്ട് സംസ്ഥാനങ്ങളിലെ എംപിമാരോട് ഇങ്ങനെ വ്യത്യസ്തമായ നിലപാട് എങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഈ അദ്ദേഹത്തോട് അടുപ്പമുള്ള കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഇളവില്ല എന്ന ഹൈക്കമാൻഡിന്റെ വാദം അവർ അംഗീകരിക്കും.
അംഗീകരിക്കുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡുമായി നേരിട്ട് കെ സുധാകരന്റെ ഒരു ചർച്ച അല്ലെങ്കിൽ കൂടിയാലോചന ഇതുവരെയും നടന്നിട്ടില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും എം പിമാരും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ചർച്ച ചെയ്യേണ്ടവർ തന്നോടൊപ്പം ചർച്ച ചെയ്യുന്നില്ല എന്ന ഒരു വികാരം സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് സുധാകരൻ തന്റെ അതൃപ്തി പരസ്യമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഇപ്പോൾ നടത്തുന്നത്. സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണുവാനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. നാളെ എപ്പോൾ കാണുമെന്ന കാര്യത്തിൽ നമുക്ക് ഇതുവരെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ വാർത്താ സമ്മേളനത്തിനായി സുധാകരൻ തയ്യാറെടുക്കുകയാണ്. നാളെ അദ്ദേഹം ഒരുപക്ഷെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടേക്കും. ഈ ഇപ്പോൾ നടക്കുന്ന സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട അതൃപ്തി അദ്ദേഹം പരസ്യപ്പെടുത്തുവാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നടത്തുന്ന ആ വാർത്താ സമ്മേളനം ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രജീഷ്. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പതിറ്റാണ്ടുകളോളം കണ്ണൂർ രാഷ്ട്രീയത്തെ കോൺഗ്രസിനെ കൈവെള്ളയിൽ നിർത്തിയ സുധാകരൻ എന്തായിരിക്കാം ഇനി ഒരു കടുത്ത നിലപാടിലേക്ക് പോകുമോ? നാളെ എന്തായിരിക്കും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് വളരെ കൗതുകത്തോടുകൂടി ഡൽഹിയിൽ നിന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.